ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് എപ്പോഴും ജിസേട്ടൻ്റെ സിനിമയിലെ ആർട്ടിസ്റ്റുടെ പെർഫോമൻസ് എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം എടുത്ത് പറയാണ്ട് എല്ലാ ചെറിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. മജന അടിപൊളിയാണ്. ഞാൻ എൻ്റെ സിനിമ ഞാൻ തന്നെ വിലയിരുത്തുന്നത് ശരിയല്ല. എല്ലാവരും കണ്ടതിന് ശേഷം പ്രേക്ഷകർ നല്ല പ്രതികരണമാണ്. എല്ലാവരും ഹാപ്പിയാണെന്ന് അറിയുന്നത് സന്തോഷമുണ്ട്. ഇത്ര നാളത്തെ നമ്മുടെ ഒരു എങ്ങനെയുള്ള സിനിമയാണ്? സസ്പെൻസ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ തന്നെയുള്ള മൂഡാണ് ശരിക്കും നോക്കിയേക്കണത്. അപ്പം അതിനകത്ത് പല രീതിയിൽ നമ്മളിതുവരെ പറയാത്ത കുറേ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കുറച്ച് ഐറ്റംസ് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഹാപ്പിയായിട്ടിരിക്കണം. നന്നായി അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നല്ലപോലെ വർക്കൗട്ടാണ്. നല്ല ഹിസ്റ്ററി നല്ലപോലെ ആലോചിച്ച് സംഭവം ചെയ്തേക്കണം. എന്തായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ദീപക് ദേവ് ഒക്കെ ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. നല്ല ആളുകൾക്ക് പിടിച്ചിരുത്തുന്ന ഒരു പടമാണ്. കാരണം അത് നമുക്ക് ലാസ്റ്റ് ഓരോ ഇനി എനിക്ക് സെക്കൻഡ് പാർട്ട് വരാനുള്ള ഒരു സംവിധാനം വരെ ചെയ്ത് അവർ വെച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് കഥയാണല്ലോ. പോലീസ് കഥകൾക്ക് ഇനിയും വരാം. കാരണം ബിജു മേനോനും ആസിഫ് അലി എന്ന് പറഞ്ഞ നടന്മാർ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. അവർ രണ്ടും ശത്രുക്കളെ പോലുള്ളൊരു കഥാപാത്രങ്ങളാണ്. പക്ഷെ പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്നിട്ട് ആ കേസ് അന്വേഷണത്തിന് മുമ്പോട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് പ്രതികളെ ബിജു മേനോനും ആസിഫും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ്. അല്ലോണ്ട് ഇതിനു മുമ്പ് നമ്മൾ ബിജു മേനോനും ആസിഫും അച്ഛനും മോനായിട്ടൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അനുരാഗരിക്കും അതെ. പക്ഷേ ഇതിൽ രണ്ടുപേരും അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആസിഫ് അധികം പോലീസ് വേഷങ്ങളിൽ അങ്ങനെ വരാത്ത ഒരാളാണ് അല്ലേ. അപ്പോൾ ആസിഫും ഗംഭീരമായിട്ടുണ്ട്. ജിസ്ജോയൊക്കെ നന്മകൾ അങ്ങനത്തെ രീതിയിലുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു രീതിക്ക് ചെറിയ രീതിയിലുള്ള ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കേജ് മാറുമ്പോൾ അത് എത്രമാത്രം ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അതെങ്ങനെ അതിപ്പോൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മളൊരു പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുന്ന അതിലിഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുമ്പോൾ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെ മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ല നമ്മളൊരു സ്ഥിരം കൊണ്ടു തന്നെയല്ലേ പോകണത് അല്ലേ. അപ്പോൾ ആ മാറ്റം എന്തായാലും സിനിമയ്ക്കുണ്ട്. ഇതിപ്പോൾ ജിസ്മോൻ്റെ പടമല്ല കാണിച്ചാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആകും. ഇതുവരെ സസ്പെൻസസ് ആരും ഗസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഇത് ബിജുവിനെ പറ്റി പറഞ്ഞതിന് ശേഷമേ എന്നെ പറ്റി പറയാൻ പാടുള്ളൂ. ചിലവിടെ ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ ഇതിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സിനിമ അങ്ങനെ തന്നെ. പിന്നെ കാർത്തിക് ഒരു സ്പെഷ്യൽ വേഷമാണ് ബീച്ചറിൻ്റെ കൂടെ. വെല്ലുവിളിയാണ് എല്ലാ രീതിയിലും സിനിമയാണ്. എനിക്ക് തോന്നുന്നു തലവൻ ആരാന്നുള്ള ഉത്തരം ഇതിനോടകം മലയാളികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കാണും. അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും വളരെ ഫാസ്റ്റാണ് സിനിമ. നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ അടുത്ത കാലത്തൊക്കെ ഇപ്പോൾ ഏട്ടൻ വന്നിരിക്കുന്ന സിനിമകളിലൊക്കെ പോലീസ് വേഷങ്ങൾ, കഥാപാത്രങ്ങൾ ഇത്തിരി നെഗറ്റീവ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ കൂടുതലായിട്ടും? അങ്ങനെ നമ്മളിപ്പോൾ ഓരോന്നിനും കൊള്ളാവുന്നതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ചെയ്യുന്നതൊക്കെ നല്ലപോലെ ഹിറ്റ് ആവുന്നുണ്ട്, കഥാപാത്രങ്ങൾ നോട്ടീസ് ആവുന്നുണ്ട്. അല്ല അതല്ല, അതിന് കൊള്ളാമെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വേഷത്തിന് വേണ്ടി വിളിക്കണം. ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് കിട്ടുന്ന നല്ല വേഷം ഇതൊക്കെ ചെയ്യാന്നുള്ളതല്ലേ. ഈ പടം എല്ലാവരും ഏറ്റെടുക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം മഴക്കാലമാണ്. പ്രേക്ഷകരെ ചിലപ്പം പുറത്തിറങ്ങാൻ മടിക്കും. അത് നമ്മളാണല്ലോ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും അതിനുവേണ്ടി നാല് ശ്രമിക്കുന്നുണ്ട്. ത്രില്ലർ ഫിലിം ഇഷ്ടമുള്ള ജോണുള്ള മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ത്രില്ലർ തിയേറ്റർ വാച്ച് മൂവി എന്നുള്ള നോ ഡൗട്ട് സൂപ്പറാണ്. ഓവറോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നല്ല രീതിയിൽ എൻജോയ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒരുപാടുണ്ട്. ക്ലൈമാക്സും പക്ക ടെസ്റ്റാണ്. നിയറസ്റ്റ് ടൈമിൽ ഇറങ്ങിയ ത്രില്ലർ ഫിലിംസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഒരു ത്രില്ലർ ഫിലിം ആണെന്നല്ലോ ഒരു ഡൗട്ടും ഇല്ല. സൂപ്പർ. സിനിമ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. നോട്ട് എ ജിസ്റ്റായി ഫിലിം അടിപൊളിയാണ്. ചില പടം എങ്ങനെയുണ്ടായിരുന്നു?